ഹായ് എവറി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1-ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പാൻ ഓഫ് എ സെറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വെക്ടർ സ്പേസ് എന്താണെന്ന് കണ്ടു, സബ് സ്പേസ് കണ്ടു, പിന്നെ ദ 4 ഫണ്ടമെൻ്റൽ സബ് സ്പേസസ്, റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ്, ലെഫ്റ്റ് കോളം സ്പേസ്, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ബേസിസ് ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബ്ലംസ് അത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരെ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പാൻ ഓഫ് എ സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ആൻഡ് v1 v2 എക്സെട്ര vn ബിലോങ്സ് ടു വി. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് എടുത്തു, അതിനകത്തെ ഒരു n നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുവാണ്, v1 v2 എക്സെട്ര vn. ആ വിയിലുള്ള n നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുത്തു. ദെൻ ആൻ എലമെൻറ്റ് ഓഫ് ദ ഫോം ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n vn where alpha 1, alpha 2, etc. alpha n are called scalars is called the linear combination of vectors v1, v2, etc. vn. അതായത് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വി എന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിനകത്തെ കുറച്ച് എലമെൻറ്റ്സ് എടുത്തു, v1, v2, etc. vn. ദെൻ നമ്മൾ കുറച്ച് സ്കെയിലാർ എടുക്കുക, അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് എടുക്കുകയാണ്, ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n. Then the element of the form alpha 1 v1, അതായത് ഈ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n vn എന്ന് പറയാം. അതായത് v1 v2 എക്സെട്ര vn എന്ന് പറയുന്ന ഈ എലമെൻസിനെ കൊണ്ട് നമുക്ക് ഒരു എലമെൻറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. v1 v2 എക്സെട്ര vnനെയും കൊണ്ട് നമുക്ക് ഈ വെക്ടർ സ്പേസിൽ ഒരു എലമെൻറ്റിനെ ഇങ്ങനെ ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് v1 v2 എക്സെട്ര vn എന്ന് പറയും. Okay, then the set of vectors v1 v2 etc. vn in a vector space v is said to span v if every element in v is a linear combination of v1 v2 etc. vn. അതായത് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ബി എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ ഏത് എലമെൻ്റ് എടുത്താലും ഈ പർട്ടിക്കുലർ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് ആ എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അതിനെയാണ്, ആ സെറ്റിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് വി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട് വി, ഇതിനകത്ത് ഏത് പർട്ടിക്കുലർ എലമെൻ്റ് എടുത്താലും ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെങ്കിൽ അതിനെ നമ്മൾ പറയും സ്പാൻ വി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് h ഈക്വൽ ടു a മൈനസ് 3b b മൈനസ് a where a b ബിലോങ്സ് ടു r. നമുക്ക് എന്ത് കാണിക്കണം, ദെൻ ഷോ ദാറ്റ് h ഇസ് എ സബ് സ്പേസ് ഓഫ് R3 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ എലമെൻറ്റിനെ എടുത്തു, എലമെൻ്റ് ഫോം എന്താണ്, എച്ചിലെ എലമെൻസിൻ്റെ എല്ലാം ജനറൽ ഫോം ഇങ്ങനെയാണ്, a മൈനസ് 3b b മൈനസ് a വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ഈ എല്ലാം എ എന്ന് പറയുന്ന എലമെൻറ്റിനെ ആദ്യം കൊണ്ടുവരും. അപ്പോൾ a മൈനസ് 3b അതേപടി എഴുതി, b മൈനസ് a നമ്മൾ മൈനസ് a പ്ലസ് b എന്ന് എഴുതി, ദെൻ a പ്ലസ് a എന്ന് മാത്രമാണ്, സോ അതിന് നമുക്ക് a പ്ലസ് 0 ഇൻറ്റു b എന്ന് എഴുതാം. ഇനി നമ്മൾ ഓരോ എലമെൻറ്റിലെ എ എലമെൻസിനെ മാത്രം ആദ്യം എടുത്തു. ഇവിടുന്ന് ഫസ്റ്റ് വൺ എ ആണ്, ഇവിടെ മൈനസ് എ ഉണ്ട്, മൈനസ് എ, ഇവിടുത്തെ എ എടുത്തു, പ്ലസ് അടുത്ത് എന്ത് വരും, ഇവിടുത്തെ ബി മൈനസ് 3b വരും, ബി വരും, 0 ഇൻറ്റു ബി വരും. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എ മൈനസ് എ ആണ്, അതിൽ നമ്മൾ എ കോമൺ എടുത്തു കഴിയുമ്പോൾ 1 മൈനസ് 1 വരും, പ്ലസ് ബി ഇവിടുന്ന് കോമൺ എടുത്തു കഴിയുമ്പോൾ ബി ഇൻറ്റു മൈനസ് 3 1 0 വരും. അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ, that is equal to a1 അല്ല a ഇൻറ്റു v1. ഇതൊരു നമ്മുടെ R3യിലെ ഒരു എലമെൻ്റ് ആണല്ലോ, 1 മൈനസ് 1 1, 3 എലമെൻറ്റ്സ് ഉള്ള ട്രിപ്ലെറ്റ് ആണ്. അപ്പോൾ 1 മൈനസ് 1 1 പ്ലസ് ബി ഇൻറ്റു മൈനസ് 3 1 0 എന്ന് നമുക്ക് എഴുതാം. അതും R3യിലെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്. അപ്പോൾ അതിനെ നമുക്ക് a v1 പ്ലസ് b v2 എന്ന് എഴുതാം, വേർ v1 ഈക്വൽ ടു 1 മൈനസ് 1 1 ആൻഡ് v2 ഈക്വൽ ടു മൈനസ് 3 1 0. അതായത് ഇപ്പം നോക്കിക്കേ, നമ്മൾ എന്താ എടുത്തത്, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ എടുത്തപ്പോൾ നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റി, അല്ലേ, a v1 പ്ലസ് b v2 എന്ന് എഴുതാൻ പറ്റി, വേർ v1 ഈക്വൽ ടു ഇതാണ് ആൻഡ് v2 ഈക്വൽ ടു ഇതാണ്. അതായത് അതിൻ്റെ മീനിങ് എന്താ, ഈ നമ്മുടെ h എന്ന് പറയുന്ന സബ് സ്പേസ് v1ൻ്റെയും v2ൻ്റെയും ഒരു സ്പാനാണ്. v1 ആൻഡ് v2 എന്ന് പറയുന്ന ആ രണ്ട് വെക്ടേഴ്സിനെ കൊണ്ട് നമുക്ക് ഈ സബ് സ്പേസിലുള്ള ഏത് എലമെൻറ്റിനെ വേണേലും ജനറേറ്റ് ചെയ്യാം. സോ h ഇസ് എ സബ് സ്പേസ് ഓഫ് R3 എന്ന് നമുക്ക് പറയാം. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോ ദാറ്റ് 1 1 1 0 1 1 ആൻഡ് 0 1 -1 സ്പാൻ R3. അതായത് നമുക്ക് 3 വെക്ടേഴ്സ് V1 എന്ന് പറയുന്ന ഒരു വെക്ടർ തന്നിട്ടുണ്ട് 1 1 1, V2 എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട് 0 1 1 ആൻഡ് V3 എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട് 0 1 -1. ഇത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. R3 എന്ന സ്പേസിനെ സ്പാൻ ചെയ്യുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, R3യിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് എടുക്കുക. R3യിലെ ഏത് എലമെൻറ്റ് എടുക്കുക. അപ്പോൾ അതിനെ നമ്മൾ ജനറലായിട്ട് XYZ, R3 എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് ആയിട്ട്, R2 ആണെങ്കിൽ ഡബ്ലറ്റ് വരും, XY എന്ന് വരും, R3 എന്ന് പറഞ്ഞാൽ XYZ വരും, R4 എന്ന് പറഞ്ഞാൽ XYZB എന്ന് കൊടുക്കുക. ആ രീതിയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം നമുക്കൊരു R3 വരെയൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ R3യിലെ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ എടുത്തു, XYZ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ 3 വെക്ടേഴ്സിനെ കൊണ്ട് ഈ XYZനെ സ്പാൻ ചെയ്യാം, ഷോ ദാറ്റ് സ്പാൻ ചെയ്യാം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ XYZ ഈക്വൽ ടു α1 V1 അല്ല, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. α1 V1 പ്ലസ് α2 ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് α3 ഇൻറ്റു 0 1 -1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്കറിയാം ഇത് നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ, α1 ഇൻറ്റു 1 α1 ആയി, പ്ലസ് α2 ഇൻറ്റു 0 0 α2 ആയി, പ്ലസ് α3 ഇൻറ്റു 0 ഈക്വൽ ടു α3. അതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്ലെറ്റിലെ ആദ്യത്തെ എലമെൻറ്റ്, ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. അടുത്ത എങ്ങനെ വരും, α1 പ്ലസ് α2 പ്ലസ് α3 ഈക്വൽ ടു y എന്ന് കിട്ടും. അടുത്തത് α1 പ്ലസ് നെക്സ്റ്റ് വരുന്നത് α1 പ്ലസ് α2 മൈനസ് α3 ഈക്വൽ ടു z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് 3 ഇക്വേഷൻ കിട്ടി. ഇതിനെ നമ്മൾ എവിടെ പഠിച്ചതാണ്, നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു. AX ഈക്വൽ ടു B എന്ന ഫോമുല, സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ A എന്ന് പറയുന്നത് എന്താ, കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. അപ്പോൾ α1 α2 α3യുടെ കോഎഫിഷ്യൻസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്ത് വരും, α1ൻ്റെ 1, α2ൻ്റെ 0, α3യുടെ 0 1 0 0. അടുത്തത് 1 1 1 വന്നു. ഓക്കെ, അടുത്തത് 1 1 -1 വന്നു. അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സ് ആയി. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയായിരുന്നു, α1 α2 α3 അത് നമ്മൾ കൊടുത്തു. ബിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, XYZ വന്നു, അത് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്താ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതും. അപ്പോൾ നമ്മുടെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്താ, A ആൻഡ് B ക്ലബ് ചെയ്ത് എഴുതും. അപ്പോൾ പർട്ടിക്കുലർ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്, ഇതിനെ റോ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ 1നെ ആദ്യം 0 ആക്കണം. അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, R2 goes to R2 മൈനസ് R1 ചെയ്യുക. അപ്പോൾ 1 -1 0, ഫസ്റ്റ് റോ അതേപടി എഴുതി, 1 0 ആയി, 1 0 1 ആണ്, 1 0 1 ആണ്, y മൈനസ് x വരും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ 1നെ 0 ആക്കണം അവിടെ. അപ്പോൾ അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യുക, R3 മൈനസ് R1 കൊടുക്കുക. അപ്പോൾ 1 -1 0 വന്നു, 1 0 1 വന്നു, -1 -0 -1 വന്നു, ആൻഡ് z മൈനസ് x വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 1നെ നമുക്ക് 0 ആക്കണം. ആ 1നെ 0 ആക്കാൻ R3 goes to R3 മൈനസ് R2 കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ റോ അതേപടി എഴുതി, സെക്കൻഡ് റോ അതേപടി എഴുതി. അടുത്ത എങ്ങനെ വരും, 0 മൈനസ് 0 0 വന്നു, 1 -1 0 ആയി, -1 -1 -2 ആയി, z മൈനസ് എക്സ് മൈനസ് y മൈനസ് എക്സ് എന്നാണ് വരുന്നത് അല്ലേ. അടുത്ത് എന്താ വരുന്നത്, z മൈനസ് എക്സ് മൈനസ് ഓഫ് y മൈനസ് എക്സ് എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് z മൈനസ് എക്സ് മൈനസ് y പ്ലസ് എക്സ് വരും. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി പോവും, ബാക്കി z മൈനസ് y വരും. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോമിലായി, നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ടായി. റോ റെഡ്യൂസ്ഡ് ഫോമായാൽ നമ്മൾ എന്തായിരുന്നു, തിരിച്ചു നേരെ മെട്രിക്സ് ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആദ്യത്തെ മെട്രിക്സിനെ A ആയിട്ട് എഴുതി, പിന്നെ അടുത്തെഴുതുന്ന α1 α2 α3 എന്നാണ് എഴുതുന്നത് അല്ലേ. അടുത്ത ഈക്വൽ ടു എന്ത് വരും, നമ്മുടെ ബി മെട്രിക് എക്സ് y മൈനസ് എക്സ് z മൈനസ് y എഴുതി. ഇത് ഇനി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ, 1 × α1 ഈക്വൽ ടു എക്സ്. അപ്പോൾ α1 ഈക്വൽ ടു എക്സ്, α1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എക്സ് എന്ന് കിട്ടി. അടുത്ത ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 × α1 അത് പോയി, 1 × α2 പ്ലസ് α3. അപ്പോൾ α2 പ്ലസ് α3 ഈക്വൽ ടു y മൈനസ് എക്സ് എന്ന് കിട്ടും. അടുത്തത് -2 α3 ഈക്വൽ ടു z മൈനസ് y എന്നും കിട്ടും. അപ്പോൾ ഈ തേർഡ് ഇക്വേഷനകത്തു നമുക്ക് α3 ഈക്വൽ ടു z മൈനസ് y ബൈ -2 എന്ന് കിട്ടും. ആ മൈനസിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ y മൈനസ് z/2 എന്ന് കിട്ടും. അതുകൊണ്ടാണ് α3 ഈക്വൽ ടു y മൈനസ് z/2 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി α3യുടെ വാല്യൂ നമുക്ക് α1 കിട്ടി, α3 കിട്ടി, ഇനി α2 കൂടെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനകത്ത് α2 ഈക്വൽ ടു y മൈനസ് എക്സ് മൈനസ് α3 എന്ന് നമുക്ക് എഴുതാം.
അവിടെ ആൽഫ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y മൈനസ് എക്സ് മൈനസ് y മൈനസ് ഇസഡ് ബൈ 2 LCM എടുക്കുമ്പോൾ 2y മൈനസ് 2x മൈനസ് y പ്ലസ് ഇസഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് 2y മൈനസ് y എന്ന് പറയുമ്പോൾ y ആവും, 2yയും yയും കൂടെ y ആവും, മൈനസ് 2x പ്ലസ് ഇസഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആരൊക്കെയായി? ആൽഫ 1ൻ്റെ വാല്യൂ കിട്ടി, ആൽഫ 2ൻ്റെ വാല്യൂ കിട്ടി, ആൽഫ 3യുടെ വാല്യൂ കിട്ടി. ദെയർഫോർ നമ്മൾ എക്സ് വൈ സെഡിനെ എങ്ങനെയായിരുന്നു എഴുതിയത്? ആൽഫ 1 ഇൻറ്റു 1 1 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 0 1 1 പ്ലസ് ആൽഫ 3 ഇൻറ്റു 0 1 മൈനസ് 1. അപ്പോൾ നമ്മൾ എക്സ് വൈ സെഡിനെ നമ്മൾ എഴുതി. ആൽഫ 1 എന്ന് പറയുന്നതിന് എക്സ് ആയിരുന്നു. അപ്പോൾ എക്സ് ഇൻറ്റു 1 1 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ആൽഫ 2ൻ്റെ വാല്യൂ കിട്ടി, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് ആൽഫ 3 ആയിരുന്നു. ആൽഫ 3 വൈ മൈനസ് ഇസഡ് ബൈ 2 ഇൻറ്റു 0 1 മൈനസ് 1 എന്ന് എഴുതാം. അതായത് നമുക്ക് ഈ R3 എന്ന വെക്ടർ സ്പേസിൽ ഏത് എലമെൻറ്റ് എക്സ് വൈ സെഡ് എടുത്താലും നമുക്ക് ഈ 3 വെക്ടേഴ്സിനെയും കൊണ്ട് സ്പാൻ ചെയ്യാമെന്ന് മനസ്സിലായി. ദെയർഫോർ കൺക്ലൂഷൻ എഴുതുക, ഈ 3 വെക്ടേഴ്സ് സ്പാൻ R3. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. അതും സ്പാനുമായിട്ടൊക്കെ ഒരു റിലേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ് x1 x2 എക്സെട്ര xk ബി ദ വെക്ടേഴ്സ് ഇൻ Rn. അതായത് Rn എന്ന് പറയുന്ന ഒരു സ്പേസ് എടുത്തു, അതിനകത്തെ വെക്ടേഴ്സാണ് x1 x2 എക്സെട്ര xk. ദെൻ x1 x2 etc. xk are said to be linearly dependent if there exists k scalars alpha 1, alpha 2 etc. alpha k, not all zeros such that alpha 1 x1 plus alpha 2 x2 plus alpha k xk equal to 0. അതായത് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രൂവ് സാറ്റിസ്ഫൈ ചെയ്യണം? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ എക്സ് കെ ഈക്വൽ ടു 0 വേർ നോട്ട് ഓൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ആർ സീറോസ്. അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ x1 x2 എക്സെട്ര എക്സ് കെ എന്ന് എഴുതാം. വേർ ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ എല്ലാവരും 0 ആവാൻ പാടില്ല. എല്ലാവരും ഈ അപ്പോൾ നമ്മൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഡെഫിനിഷൻ എങ്ങനെയായിരിക്കും? അതാണ് രണ്ടാമത് കൊടുത്തത്. x1 x2 എക്സെട്ര എക്സ് കെ ആർ സെറ്റ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് alpha 1 x1 plus alpha 2 x2 plus etc. plus alpha k xk equal to 0 implies alpha 1 equal to alpha 2 equal to etc. alpha k equal to 0 ആണ്. അതായത് ആ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആൽഫകളെല്ലാം എന്തായിരിക്കണം? സീറോസ് ആയിരിക്കണം. മസ്റ്റായിട്ടും 0 ആയേ പറ്റത്തുള്ളൂ. ആ സ്കേലാറിൻ്റെ വാല്യൂ സീറോസ് ആണെങ്കിൽ മാത്രമേ ആ വെക്ടേഴ്സ് എന്താവത്തുള്ളൂ? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവത്തുള്ളൂ. ഇനി ഇതിലേതെങ്കിലുമൊക്കെ ആൽഫാസ് നോൺ സീറോ ആയാൽ അങ്ങനെയുള്ള വെക്ടേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ എക്സ് കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ സ്കേലാസിൻ്റെ വാല്യൂ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ കെ ഓൾ ആർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി അത് വേറൊരു ഫോമിൽ പറഞ്ഞാൽ അതാണ് താഴെ പറഞ്ഞേക്കുന്നത്. നമുക്ക് സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നാൽ കുറച്ച് വെക്ടേഴ്സ് തരുവാണ്. അപ്പോൾ നമുക്കിതിനെയൊക്കെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മളതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി തേർഡ് മൊഡ്യൂളിൽ പഠിച്ചായിരുന്നു. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് ആൻഡ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസ് വരുമ്പോഴും റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ആ വെക്ടേഴ്സ് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി റാങ്ക് ഓഫ് എ ഈക്വൽ ടു രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റും ആയിരിക്കും. ഓക്കെ, അത് ആ പോയിൻറ്റ്സ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം.
show that the vectors x1 equal to 1, 2, 1, x2 equal to 2, 3, 3 and x3 equal to -1, -3, 0 are linearly dependent and find a relation between them. അപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട് x1, x2, x3. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നാൽ നമ്മളത് ചെയ്യുന്നത് എങ്ങനെയാണ്? മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് മെത്തേഡ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവ എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി അവർ 3 പേരും ഈക്വൽ ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോന്നും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോന്നും നോക്കാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് α1 x1 പ്ലസ് α2 x2 പ്ലസ് α3 x3 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, α1 x1 പ്ലസ് α2 x2 പ്ലസ് α3 x3 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ α1 ഇൻറ്റു x1ൻ്റെ വാല്യൂ നമുക്കറിയാം 1, 2, 1 പ്ലസ് α2 ഇൻറ്റു 2, 3, 3 പ്ലസ് α3 ഇൻറ്റു -1, -3, 0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാലോ. ആദ്യത്തെ വേരിയബിൾ എന്താ വരുന്നത്? α1 പ്ലസ് 2α2 മൈനസ് α3 ഈക്വൽ ടു 0. അതായിരിക്കും ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. അടുത്ത് വരുന്നത് 2α1 പ്ലസ് 3α2 മൈനസ് 3α3 ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ വരും. അടുത്ത് വരുന്നത് α1 പ്ലസ് 3α2 പ്ലസ് 0 ഇൻറ്റു α3 ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പോൾ നോക്കിയേ, ഇത് 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആയല്ലോ. അപ്പോൾ അത് നമ്മൾ ഏത് ഫോമിലാണ്? മെട്രിക്സ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫോമിലേക്കൊക്കെ എഴുതണം. അപ്പോൾ മെട്രിക്സ് ഫോം എങ്ങനെയാണ് വരുന്നത്? കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് ആദ്യം എഴുതുക. കോഎഫിഷ്യൻറ്റ് വരുന്നത് 1, 2, -1, 2, 3, -3, 1, 3, 0. അതാണ് നമ്മുടെ കോഎഫിഷ്യൻറ്റ് മെട്രിക്സ്. അൺനോൺസ് ഏതൊക്കെ? α1, α2, α3 ഈക്വൽ ടു കഴിഞ്ഞ് ബി ആയിട്ട് വരുന്നത് 0, 0, 0. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എഴുതാം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ക്ലബ് ചെയ്ത് എഴുതുക. അപ്പോൾ എ എഴുതി, ബി എന്ന് പറയുന്നത് 0, 0 ആണ്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. ഓക്കെ, ഇനി റാങ്ക് നമ്മളെന്താ? ഈ 2നെയും 1നെയും നമുക്ക് 0 ആക്കണം. 2നെ 0 ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R2 goes to R2 മൈനസ് 2R1 ചെയ്യുക. അപ്പോൾ 2 മൈനസ് ഇവിടെ 2R1 ആണ്. അപ്പോൾ ഇവിടെ 2 വരും, 4 വരും, 2, 4 -2 0 എന്നാണ് വരുന്നത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 - 2 0 വന്നു. 3 - 4 -1 വന്നു. -3 -2 എന്ന് പറയുമ്പോൾ -1 വരും. 0 - 0 0 വന്നു. ഓക്കെ, അത് റെഡിയായി. ദെൻ ഈ 1നെ 0 ആക്കാൻ R3 മൈനസ് R1 ചെയ്തു. അപ്പോൾ 1 - 1 0 ആയി. 3 - 2 1 ആയി. 0 - -1 എന്ന് പറയുമ്പോൾ 1 ആണ്. 0 - 0 0 വന്നു. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ 1നെ നമുക്ക് ഈ -1നെ 1 ആക്കണം. അപ്പോൾ -1 കൊണ്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ അതേപടി എഴുതി. സെക്കൻഡ് റോ 0 1 1 0 വന്നു. അടുത്ത് അപ്പോൾ 0 1 1 0 ലാസ്റ്റ് റോയും എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 1നെ 0 ആക്കണം. ആ 1നെ 0 ആക്കാൻ എന്താ? R3 മൈനസ് R2 ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ അതേപടി എഴുതി. സെക്കൻഡ് റോയും എഴുതി. തേർഡ് റോ വരുമ്പോൾ 0 - 0 0 വന്നു. 1 - 1 0 ആയി. 1 - 1 0 0 - 0 0. അപ്പോൾ അത്രയും കിട്ടി. ഇനി റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2 റോസ് ആണ് കംപ്ലീറ്റ്ലി സീറോ ആവാത്തത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി 2 ആണ്. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. പക്ഷേ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 വേരിയബിൾസ് ഉണ്ട്. അല്ലായിരുന്നു α1 α2 α3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് പറയും? ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ആ സിസ്റ്റം നമ്മൾ ഈ സിസ്റ്റത്തിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? α1 പ്ലസ് 2α2 മൈനസ് α3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്തത് α2 പ്ലസ് α3 ഈക്വൽ ടു 0 എന്നും കിട്ടും. അതിന് നമ്മൾ ജസ്റ്റ് α3ക്ക് ഒരു 1 എന്നുള്ള റിലേഷൻ അങ്ങ് കൊടുക്കുക. α3 1 ആയാൽ α2ൻ്റെ വാല്യൂ എന്ത് കിട്ടും? -1 കിട്ടും. ആ 2 വാല്യൂസ് കൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ α1 എന്ന് പറയുമ്പം α3 മൈനസ് 2α2 ആണ്. ദാറ്റ് ഈസ് α3യുടെ വാല്യൂ 1 മൈനസ്
2 ഇൻറ്റു -1 അപ്പോൾ 1 + 2 3 എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മളെന്താ നമ്മുടെ α1ൻ്റെ വാല്യൂവായി α2ൻ്റെ വാല്യൂവായി α3യുടെ വാല്യൂവായി. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? α1 x1 + α2 x2 + α3 x3 = 0 ആയിരുന്നു. അപ്പോൾ അവിടെ α1ൻ്റെ വാല്യൂ കൊടുക്കുക. α1 എന്തായിരുന്നു? 3. അപ്പോൾ 3x1 - x2 + x3 = 0 എന്ന് കിട്ടും. അതാണ് ലാസ്റ്റ് പറഞ്ഞ ഒരു റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളായിട്ട് ജസ്റ്റ് ഇവിടെ α3ക്ക് അങ്ങ് ജസ്റ്റ് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും മാക്സിമം ചെയ്ത് നോക്കുമ്പോൾ 1ൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. 1 അല്ലെങ്കിൽ -1 ഒക്കെ കൊടുത്താൽ മതി. വലിയ വാല്യൂസ് കൊടുത്താൽ അതനുസരിച്ച് ഇക്വേഷൻ മാറിയല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടിയാൽ മതി. ഇനി വേറെ ഏത് വാല്യൂ കൊടുത്താലും ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടേ വരത്തുള്ളൂ. സോ ഏറ്റവും ചെറിയ വാല്യൂ 1ൽ കൊടുത്തു തുടങ്ങുക കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ടോപ്പിക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബേസിസ് ആൻഡ് ഡയമെൻഷൻ. അപ്പം നമ്മളിപ്പോൾ കണ്ടത് സ്പാൻ എന്താണെന്ന് കണ്ടു. സ്പാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ സ്പേസിലെ കുറച്ച് എലമെൻറ്റ്സ് തന്നാൽ ആ എലമെൻറ്റ്സിനെ ആ വെക്റ്റർ സ്പേസിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അതാണ് സ്പാൻ. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് ലീനിയർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതായത് നമ്മൾ ആ വെക്റ്റർ സ്പേസിലെ കുറച്ച് വെക്റ്റേഴ്സ് എടുത്തു, അതിനെ ഒരു കോൺസ്റ്റൻറ്റ് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ =0 ആണെങ്കിൽ ആ സ്കെയിലാർസിൻ്റെ എല്ലാം വാല്യൂസ് =0 ആണെങ്കിൽ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കുറച്ച് വെക്റ്റേഴ്സൊക്കെ 0 ആവുന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. അത് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ബേസിസ് ആൻഡ് ഡയമെൻഷൻ. നോക്കിയ ഡെഫിനേഷൻ നോക്കിയേ. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 etc vn belongs to V in a vector space is said to be a basis of V if the vectors v1 v2 etc vn are linearly independent and span the whole space V. അപ്പം നമ്മൾ പഠിച്ച ഓർഡർ എന്തായിരുന്നു? സ്പാൻ പഠിച്ചു, ലീനിയർ ഇൻഡിപെൻഡൻസ് പഠിച്ചു, അടുത്താണ് ബേസിസ്. അപ്പോൾ ബേസിസ് എന്താ? അതായത് ഒരു വെക്ടർ സ്പേസിലെ കുറച്ച് എലമെൻറ്റ്സ് എടുത്തു, v1 v2 etc vn. ആ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ഈ വെക്റ്റേഴ്സ് കൊണ്ട് ആ വെക്റ്റർ സ്പേസിലെ ഏത് എലമെൻറ്റിനെ വേണമെങ്കിലും ജനറേറ്റും ചെയ്യാമെങ്കിൽ ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ബേസിസ് എന്ന് പറയും. അതായത് ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യാനും പറ്റും. ആ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ ബേസിസ് ആണെന്ന് പറയും. ഇനി ആ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പാൻ പഠിച്ചു, ലീനിയർ ഇൻഡിപെൻഡൻസ് പഠിച്ചു, അടുത്തത് ബേസിസ് ആണ്. അപ്പോൾ സ്പാൻ പ്ലസ് ലീനിയർ ഇൻഡിപെൻഡൻസ് ആവുന്നതാണ് ബേസിസ്. ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഡയമെൻഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വെക്റ്റർ സ്പേസ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റിസൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്ന e1 v2 etc ഇ എന്ന് പറയുന്ന Rn എന്ന് പറയുന്ന സ്പേസിൻ്റെ ബേസിസ് ആണ്. വേറെ e1 = 1 0 0, e2 എന്ന് പറയുന്നത് 0 1 0 0 0, അങ്ങനെ e എന്ന് പറയുന്നത് 0 0 0 1. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് Rn ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ 1 മാർക്കിന് വല്ലതും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയത്തില്ല. സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് Rn എന്ന് പറഞ്ഞാൽ e1 e2 etc en ആണ്. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 0 0 0 etc 0 ആയിരിക്കും. അടുത്ത 0 1 0 0 0 etc ആയിരിക്കും. അടുത്തത് 0 0 1 0 0 അങ്ങനെ ഇ എന്ന് പറയുന്നത് 0 0 ലാസ്റ്റ് 1 വരും. ഓക്കെ, അടുത്തൊരു തിയറം പറഞ്ഞു. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n, then the set of n linearly independent vectors of V is a basis of V. അതായത് V എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ്, അതിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് എടുത്താലും അത് അതിൻ്റെ ബേസിസ് ആയിരിക്കും. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ വെക്റ്റേഴ്സിനെ കുറച്ച് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുത്താൽ ആ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും, അത് സ്പാനും ചെയ്യാം. അപ്പോൾ ആ ബേസിസിൻ്റെ അങ്ങനെയാണെങ്കിൽ ആ ബേസിസിൻ്റെ ഡയമെൻഷൻ സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? വി ഒരു വെക്റ്റർ സ്പേസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ ഏത് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എടുത്താലും അത് അതിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ വെക്റ്റേഴ്സ് 1 3 1 2 3 -1 ആൻഡ് 1 2 -1 ഫോം എ ബേസിസ് ഓഫ് R3. ബേസിസ് ഓഫ് R3 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് സ്പാൻ ചെയ്യുമെന്നും പ്രൂവ് ചെയ്യണം, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്
പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് എങ്ങനെയായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? മെട്രിക്സ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ സെയിം മെത്തേഡാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ V1 ആയിട്ട് 1 3 1 എടുത്തു, V2 ആയിട്ട് 2 3 -1 എടുത്തു, V3 ആയിട്ട് 1 2 -1 എടുത്തു. നമുക്കറിയാം ലീനിയർ ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ α1 V1 പ്ലസ് α2 V2 പ്ലസ് α3 V3 ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും? α1 പ്ലസ് 2α2 പ്ലസ് α3 ഈക്വൽ ടു 0 വരും. നെക്സ്റ്റ് വരുന്ന 3α1 പ്ലസ് 3α2 പ്ലസ് 2α3 ഈക്വൽ ടു 0 വരും. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് α1 പ്ലസ് α1 മൈനസ് α2 മൈനസ് α3 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക, കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുക. 1 1 2 1 3 3 2 1 -1 -1 ഇൻറ്റു α1 α2 α3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. എ ആൻഡ് ബി ക്ലബ് ചെയ്ത് എഴുതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 3 0 ആക്കണം. 3 0 ആക്കണമെങ്കിൽ R2 മൈനസ് 3R1 ചെയ്യുക. അപ്പോൾ ഇവിടെ 3R1 ആകുമ്പോൾ ഇത് 3 ആവും. 2 × 3 6 ആവും. 1 × 3 3 ആവും. അടുത്ത 0 × 3 0. അപ്പോൾ 3 - 3 0 വന്നു. 3 - 6 -3 ആയി. 2 - 3 -1 ആയി. 0 - 0 0 ആയി. ഓക്കെ, ഇനി ഈ 1നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R3 മൈനസ് R1 ചെയ്യുക. അപ്പോൾ 1 - 1 0 ആയി. -1 - 2 -3 ആയി. -1 - 1 -2 ആയി. 0 - 0 0 വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് ഈ 3 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? R3 ഗോസ് ടു R3 പ്ലസ് R2 ചെയ്യുക. അപ്പം R3 മൈനസ് R2 ചെയ്യുക. സോ 0 - 0 0 വന്നു. -3 മൈനസ് -3 എന്ന് പറയുമ്പോൾ 0 ആവും. -2 മൈനസ് -1 1 - 2 -1 ആവും. 0 - 0 0 വന്നു. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇത് കാണുമ്പോഴേ നമുക്കറിയാം റാങ്ക് ഓഫ് എ ബി, ഇത് റോ റെഡ്യൂസ്ഡ് ഫോമിലായ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് 1 2 3 ആണ് അല്ലേ? റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും സെയിം ആ 1 2 3 വന്നു. ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് α1 α2 α3 അല്ല, നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 പേരും ഈക്വൽ ആൻഡ് V1 V2 എക്സെട്രാ Vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും. സോ α1 ഈക്വൽ ടു α2 ഈക്വൽ ടു α3 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് സിൻസ് ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഈ വെക്ടേഴ്സ് ബേസിസ് ഓഫ് R3 ആണെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പോൾ ബേസിസ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം, സ്പാനും ആയിരിക്കണം. അപ്പോൾ R3 ബേസിസ് ഓഫ് R3യുടെ ഡയമെൻഷൻ എന്താ? 3 ആണ്. അത് R2ൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പവറാണ് 2 ആണ്. R3യുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. Rnൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ R3യുടെ ഡയമെൻഷൻ എന്താ? 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിൻസ് ഡയമെൻഷൻ ഓഫ് R3 ഈക്വൽ ടു 3 ആണ്. ആൻഡ് നമ്മൾ എത്ര വെക്ടേഴ്സ് എടുത്ത്? 3 വെക്ടേഴ്സ് ആയിരുന്നു. അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വേണ്ട, അത് R3യുടെ ബേസിസ് ആണെന്ന് പറയാൻ പറ്റും. അതാണ് നമ്മുടെ തിയറം, അതായിരുന്നു അല്ലേ? ഡയമെൻഷൻ n ആണ്. ആ n വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ തിയറമാണ് അവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ അവിടെ 1-2 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഫോം എ ബേസിസ് ഓഫ് R4. അപ്പം 4x4 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. സിമ്പിളാണ്, സാധാരണ പോലെ ചെയ്താൽ മതി. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? R4ൻ്റെ ഡയമെൻഷൻ 4 ആണ്. സോ ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് R4 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് ദ വെക്ടേഴ്സ് 2 -2 3 3 4 1 ആൻഡ് 1 2 0 ഡു നോട്ട് ഫോം എ ബേസിസ് ഓഫ് R3 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ പിന്നെ ഒരിക്കലും അത് ബേസിസ് ആവത്തില്ല. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് എന്ന് വരുന്നത്. അപ്പോൾ ഈ സ്പാന്, ലീനിയർലി ഇൻഡിപെൻഡൻസ്, ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ എല്ലാവരും ഒന്ന് നോക്കണം. ഓക്കെ, പിന്നെ മെയിനായിട്ടും ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ്, കോളം സ്പേസ്, അങ്ങനെ ഒരു പ്രോബ്ലം എല്ലാ വർഷവും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അതെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.